ചേച്ചിക്ക് ആരാണ് സഖാവ് എം മുകേഷ് എന്ന് അറിയില്ലെന്ന് തോന്നുന്നു. പറഞ്ഞു കൊടുക്കണേ. സഖാവ് എം മുകേഷിന് ഒരു ചരിത്രമുണ്ട്. അറിയോ? എല്ലാവർക്കും അറിയാം. ഹലോ, പാർട്ടി ഓഫീസല്ലേ? സജിയേട്ടനോടത്തെ ഒരാളെ വിളിക്കുന്ന പറഞ്ഞാൽ എനിക്ക് മൈലി വിലയിലൂടെ നീ തരുന്നത്. മൈലി വില മേലാൽ വിളിക്കരുത്. പകലൊക്കെ വിളിക്കുന്നത് അന്തത്തൊന്നല്ലോടാ മൈലേ. സഖാവ് എം മുകേഷ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പുത്രനായി. സഖാവ് എം മുകേഷിന്റെ അമ്മുമ്മ കശുവണ്ടി തൊഴിലാളിയാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് KPSC എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടകശാല കാളിദാസ കലാകേന്ദ്രം. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഇതിന്റെ എല്ലാം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഉൾപ്പെടെയുള്ള നാടകങ്ങൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് പുരോഗമന എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഞാൻ എന്ത് പുല്ല ഉദ്ദേശിച്ചേ? കേരളത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് കലാപ്രവർത്തനവും കവിതകളും കഥകളും രചനകളും എല്ലാം ചേർന്ന് ഇഴുകിച്ചേർന്ന് രൂപപ്പെടുത്തിയതാണ് കേരളത്തിന്റെ പുരോഗമന മനസ്സ്. എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല. വെറുപ്പ. നിങ്ങൾ മലയാള സിനിമ എടുത്തു നോക്കൂ. കൊല്ലത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അല്ലേ മുകേഷ്? അതുകൊണ്ട് പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം? അദ്ദേഹം പാർലമെന്റിൽ പോയിട്ട് എന്ത് പ്രയോജനം? അല്ലാതെ ഒരു പ്രയോജനമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വളരെ ശ്രദ്ധേയമായി വിലയിരുത്താൻ പോകുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഈ സമരത്തെ കാണുന്നത്. കള്ളപ്പണം ഉണ്ടാക്കി CPM യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കേന്ദ്രത്തിന്റെ എന്റെ അഭിപ്രായം പറയാം മോളെ, നീ ആരടി? എന്റെ അഭിപ്രായം ഞാൻ ചാനലല്ലേ ഈ ചാനലിൽ ബിന്ദു കൃഷ്ണ പറയുന്ന കാര്യങ്ങളൊക്കെ തെളിയിക്കാനുള്ള ധൈര്യമുണ്ടോ എന്ന് ബിന്ദു കൃഷ്ണ ഒളിച്ചോടത്തില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഞാൻ വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയം നടത്തി SFI ആയി നിന്ന് ഫാത്തിമ കോളേജിൽ പഠിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ കൊല്ലം ബീച്ചിൽ തന്നെ പ്രേമചന്ദ്രൻ MP ഇവിടുത്തെ ജനതയല്ല, ആര് വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അതേസമയം മുകേഷിനെ വിളിച്ചാൽ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ചിലർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ലക്ഷണം കെട്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. LDFന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു മുകേഷ് MLA കൊല്ലത്ത് നടത്തിയ വികസനത്തെ പറഞ്ഞു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പരാതിയുമായി ചെന്നതാണ്. ആ സമയത്ത് അവിടെ ഡൈക്ലോഫിനാക്കിൻ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു, IV സെറ്റ് ഇല്ലായിരുന്നു. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എവിടുന്ന് കിട്ടിയ വിവരമായി? ആശുപത്രി പൊതിച്ചോറ് കൊടുക്കുന്നവർ എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ആരോഗ്യ മേഖലയുടെ വികസനത്തിൽ ഇടപെടാൻ ഇപ്പൊ രക്ഷപ്പെടാം.